കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ നേവിയും കോസ്റ്റ് ഗാർഡും രംഗത്ത്. നാവികസേനയുടെ റെസ്ക്യൂ ഷിപ്പായ INS കാൽപേനിയാണ് തെരച്ചിലിന്റെ ഭാഗമായത്. ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിച്ചാണ് സേന തിരച്ചിൽ നടത്തുന്നത്. മനോജ് വിശദാംശങ്ങൾ നൽകും. മനോജ്, ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 10 ദിവസത്തോളം ആകുന്നു ഗൗതം കൃഷ്ണയെ പറ്റി ഒരു വിവരവുമില്ല. തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്നുള്ള തെരച്ചിലാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. മനോജ്, ഗൗതം, ഇന്ന് 10ാം ദിനമാണ് ഈ പുത്തൻതുറ സ്വദേശിയായിട്ടുള്ള ഗൗതം കൃഷ്ണയെ കണ്ടെത്താനായുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കം പരിശോധന നടന്നിരുന്നു. ഇന്ന് നാവികസേന കൂടെ ഈ തിരച്ചിലിനായി എത്തിയിരിക്കുകയാണ്. നാവികസേനയുടെ INS കൽപ്പേനി എന്ന റെസ്ക്യൂ ഷിപ്പാണ് ഈ നീണ്ടകരയിലേക്ക് എത്തിയിരിക്കുന്നത്. നീണ്ടകരയിൽ അപകടം നടന്ന ഈ പുലിമുട്ടിന് സമീപമുള്ള ഈ സ്ഥലത്താണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഷിപ്പ് എത്തിയിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ സ്ക്യൂബ ടീം ഡിങ്കികളിലായി പരിശോധിച്ചുകൊണ്ട് അവർ ഇടയ്ക്ക് തന്നെ ഈ കടലിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതോടൊപ്പം ഇന്ന് നേവിയുടെ ഹെലികോപ്റ്റർ കൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ നേരെ കരുനാഗപ്പള്ളി അമൃതപുരിയുടെ സമീപം എത്തിയ ശേഷം അതിനുശേഷം ഇന്ധനം നിറച്ചാണ് ഇവിടേക്ക് വരുന്നത്. ഈ ഹെലികോപ്റ്ററിനായുള്ള ഇന്ധനം കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ മുതൽ ജില്ലാ കളക്ടർ, സബ് കളക്ടർ അടക്കമുള്ളവർ ഈ ഭാഗത്തേക്ക് എത്തി തിരച്ചിലിൻ്റെ ഭാഗമായി തന്നെ ഉദ്യോഗസ്ഥരും എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ വലിയ പ്രതിഷേധവുമായി ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്താൻ തയ്യാറായത് തന്നെ. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് സുരക്ഷ നൽകുവാൻ, അല്ലെങ്കിൽ അവരെ കാണാതെ പോയാൽ കണ്ടെത്തുവാനുള്ള കാര്യത്തിൽ ഒരു നിസ്സംഗത ഈ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഈ അമ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നേവി അടക്കം ഈ പരിശോധനയ്ക്കായി എത്തുകയാണ്. നാവികസേനയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററും എത്തും, നേവിയുടെ ഹെലികോപ്റ്ററും എത്തും. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പരിശോധനയാണ്. ഈ 10 ദിവസമായി ഗൗതം കൃഷ്ണയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അതേസമയം തന്നെ അന്ന് ആ ബോട്ടിലുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട് മരിച്ച രാജീവൻ, അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ, ഇത് 3 പേരും ഒരേ കുടുംബത്തിലുള്ളതാണ്. ഈ 2 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത്. അവരുടെ സംസ്കാരം നടന്നതും അതിനുശേഷം ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഏത് രീതിയിലാണ്, അതായത് അപകടത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് ഗൗതത്തിന് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പിടിയും ഈ ഒരു കോസ്റ്റൽ പോലീസിനില്ലായിരുന്നു, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഈ ഫിഷറീസിൻ്റെ ഈ ഉദ്യോഗസ്ഥർക്കില്ലായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ സ്കൂബ ടീം, അതോടൊപ്പം തന്നെ ഈ ഷിപ്പുമൊക്കെ ഈ ഭാഗത്ത് തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡ്രോൺ പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ ഡ്രോൺ പരിശോധന നടന്നിരുന്നുവെങ്കിൽ പോലും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതുവരെയും ഗൗതത്തിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ രേഷ്മയുമായി സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ രേഷ്മയുടെ വീട്ടിലേക്ക് എത്തും. ഈ ഗൗതത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ പോലും അധികൃതരുടെ ചില സമയത്തെ ഈ നിസ്സംഗത കാരണമാണ് ഇത്രയധികം തിരച്ചിൽ നീണ്ടുപോകാൻ കാരണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടക്കാത്തതിന് കാരണമെന്നുള്ള കാര്യം ഈ വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ തിരച്ചിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇനിയും എത്ര സമയമെടുക്കുമെന്നറിയില്ല ഒരു സൂചന ലഭിക്കുവാൻ. എന്തായാലും ഇന്ന് കടൽ ശാന്തമാണെന്നുള്ള കാര്യം കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതായത് നേരത്തെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നത് കൊണ്ട് തന്നെ ഈ പരിശോധന നടത്തുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നേവിക്കും അതോടൊപ്പം കോസ്റ്റ് ഗാർഡിനും അടക്കം ശരിയായ രീതിയിൽ പരിശോധന നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വ്യക്തമാണ്. നീണ്ടകരയിൽ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൗതം കൃഷ്ണയെ പറ്റി ഇപ്പോഴും ഒരു വിവരവുമില്ല. നേവിയും കോസ്റ്റൽ ഗാർഡും ചേർന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡ്രോണും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ നടക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനോജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.